ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് ബി.ജെ.പി. നേതാവ് രാജഗോപാലിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പത്മ പുരസ്കാര പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ പത്മഭൂഷൺ. കേരളത്തിന് അങ്ങനെ 4ാമത് പത്മ പുരസ്കാരം ഈ വർഷത്തെ രാജഗോപാലോടെ കേരളത്തിലേക്ക് എത്തുന്നു. പത്മഭൂഷൺ രാജഗോപാലിന് ലഭിച്ചിരിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത്. അൺസങ് ഹീറോസ് പട്ടികയിൽ 3 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ കേരളത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇപ്പോൾ പത്മഭൂഷൺ കൂടി രാജഗോപാലോടെ കേരളത്തിലേക്ക് എത്തുന്നു. പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ കേരളത്തിന് ഇത്തവണ 4 പുരസ്കാരങ്ങൾ ഇതോടെ ലഭിച്ചിരിക്കുന്നു. കഥകളി ആചാര്യൻ തിരുവനന്തപുരത്ത് എ.വി. ജയശങ്കർ ചേർന്നു. ജയശങ്കർ, വിവരങ്ങൾ. അതായത് രാജഗോപാലിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനാകും. നമ്മളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുക്കം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പത്മഭൂഷൺ പുരസ്കാരം ബി.ജെ.പി. നേതാവ് രാജഗോപാലിന് ലഭിച്ചിരിക്കുന്നു. രാഷ്ട്രീയ മേഖലയിലും മാനുഷിക മേഖലയടക്കം വലിയ സംഭാവന നൽകിയ ബി.ജെ.പി. നേതാവ് രാജഗോപാലിന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. പത്മശ്രീ 3 പേർക്ക് ലഭിച്ചിരുന്നു. അൺസങ് ഹീറോസ് പട്ടികയിൽ 3 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചതിനോടൊപ്പം പത്മഭൂഷൺ പുരസ്കാരം രാജഗോപാലോടെ കേരളത്തിൽ ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി വരുന്ന പ്രധാനപ്പെട്ട സമയമാണിപ്പോൾ വരുന്നത്. ബൽറാം, കേരളത്തിന് മറ്റൊരു സന്തോഷം കൂടി വരുന്നു. പത്മഭൂഷൺ രാജഗോപാലോടെ മറ്റ് ആർക്കൊക്കെയാണ് പത്മഭൂഷൺ പുരസ്കാരം ഇപ്പോൾ ലഭിച്ചത് നമുക്ക് അറിയാൻ കഴിയുന്നത്? നിലവിൽ ഇപ്പോൾ പത്മ ജേതാക്കളുടെ പൂർണ്ണ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തവണ പത്മ വിഭൂഷൺ 5 പേർക്കാണ് 5 പേരാണ് പത്മവിഭൂഷൺ പട്ടികയിൽ ഉള്ളത്. അതിൽ കൂടാതെ പത്മഭൂഷൺ 17 പേർക്കും പത്മശ്രീ 110 പേർക്കുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. പത്മ വിഭൂഷൺ ജേതാക്കൾ വൈജയന്തി മാല ബലി, കൊണ്ടകല ചിരഞ്ജീവി, എം വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പഥക്, പത്മ സുബ്രഹ്മണ്യം എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ കേരളത്തിൽ നിന്നും എം ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പത്മവിഭൂഷൺ ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൂർണ്ണമായ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പത്മശ്രീ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. പത്മഭൂഷൺ പുരസ്കാരം ഫാത്തിമ ബീവി, ഒപ്പം തന്നെ കേരളത്തിന് അഭിമാനകരമായ രീതിയിൽ രാജഗോപാലിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. പത്മഭൂഷൺ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ പത്മശ്രീ പുരസ്കാരത്തിലും കേരളത്തിൽ നിന്ന് 3 സത്യനാരായൺ ബലേരി അടക്കമുള്ള 3 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായ പട്ടിക ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങളുടെ പൂർണ്ണ പട്ടിക ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിന് ഇതുവരെ പുറത്തു വന്നതിൽ 5 പുരസ്കാരങ്ങൾ മലയാളികൾക്ക് ലഭ്യമായിരിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ഇതുകൂടാതെ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിനും മരണാനന്തര ബഹുമതിയായി പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ നാരായണൻ EP അടക്കമുള്ള 3 പേരുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഇത് കൂടാതെയാണ് കേരളത്തിൽ നിന്നുള്ള മറ്റ് പത്മശ്രീ ജേതാക്കളുടെ പേരുകൾ കൂടി പുറത്തു വരുന്നത്. മുനി നാരായണ പ്രസാദ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് തമ്പുരാട്ടിക്കും പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാലകൃഷ്ണൻ, സദനം ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ പട്ടിക നേരത്തെ പുറത്തു വന്നിരുന്നു. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള നിരവധി പേർക്ക് ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് തമ്പുരാട്ടിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇത് കൂടാതെ കേരളത്തിൽ നിന്നുള്ള മുനി നാരായണ പ്രസാദിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു.
കൂടാതെയാണ് നാരായണൻ EP, പറക്കാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ പേരുകളും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. O രാജഗോപാലിനും പത്മ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നു. ജസ്റ്റിസ് ഫാത്തിമ ബീവി മരണാനന്തര ബഹുമതിയായി പത്മ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നു. ഇത്തരത്തിൽ നിരവധി പേർ ഇത്തവണ പത്മ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ് ഇത്തവണ. വിവിധ മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, കലാ, കാർഷിക മേഖലകളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിഭാശാലികൾക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. O രാജഗോപാലിന് മുതിർന്ന BJP നേതാവാണ്, മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, നേമത്ത് നിന്നുള്ള MLA ആയിരുന്നു. അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നു. ഒപ്പം മറ്റ് കലാമേഖലകളിൽ നിന്നാണെങ്കിൽ സദനം ബാലകൃഷ്ണൻ, കഥകളി ആചാര്യൻ, ഒപ്പം തെയ്യം കലാകാരനായ EP നാരായണൻ, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാന്യമായ നിയമമേഖലയിൽ രാജ്യത്ത് തന്നെ കേരളത്തിൻ്റെ വലിയ സംഭാവനയായ വനിതാരത്നം M ഫാത്തിമ ബീവിക്കാണ് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിക്കുന്നത്. അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭർക്ക് ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങളിൽ മലയാളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഇടം പിടിക്കുന്നുണ്ട്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, പ്രമുഖരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായാലും ഒപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നാണെങ്കിൽ ചിരഞ്ജീവി, അങ്ങനെ പ്രമുഖരായ നിരവധി പേർ ഈ പൂർണ്ണ പട്ടിക വരുമ്പോൾ ഏതാണ്ട് 100-ലധികം പേരുടെ വിപുലമായ 132 പേരുടെ പട്ടികയാണ് വരുന്നത്. അതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ശ്രദ്ധേയമായ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഗോകുൽ, ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചുള്ള പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്മവിഭൂഷൺ പുരസ്കാരത്തിന് 5 പേരാണ് അർഹരായിരിക്കുന്നത്.